നെക്സ്റ്റ് ടോപ്പിക് ദ ബ്ലഡ് വെസൽസ്. അപ്പം നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ബ്ലഡ് വെസൽസ് വേണം അല്ലേ, അല്ലെങ്കിൽ ആ ബ്ലഡ് ഒഴുകാൻ ഒരു ഡക്റ്റ് വേണം. സോ ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് ബ്ലഡ് വെസൽസ്. The blood is carried to different part of the body along through tubular blood vessels. അപ്പം ട്യൂബുലാർ ബ്ലഡ് വെസൽസിലൂടെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ബ്ലഡ് വെസൽസ് ആർ ഓഫ് 3 kinds ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ 3 തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ആണുള്ളത്. വിച്ച് ആർ ദേ ആർ കോൾഡ് ആർട്ടറീസ്, വെയിൻ ആൻഡ് കാപ്പിലറി. Okay, once again, which are they? They are arteries, vein and capillaries. So in this figure you can see the artery, then vein and capillaries, isn't it? So the first one that is called artery. What do you mean by artery? Here you can see the image of the artery. Okay, what do you mean by artery? നോക്കിക്കേ, artery എന്താണെന്ന് നോക്കിക്കേ. Here the artery means it is a vessel which carries the blood away from the heart to the other parts of the body. അപ്പം ഹാർട്ടിലുള്ള ബ്ലഡിനെ എന്ത് ചെയ്യും, മറ്റു ഭാഗങ്ങളിലേക്ക്, മറ്റു ബോഡി പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ദിസ് ആർട്ടറി. ഹിയർ യു ക്യാൻ സീ ദ റെഡിഷ് കളേർഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് ആർട്ടറി. എന്തുകൊണ്ടാണ് അത് റെഡിഷ് കളറിൽ കാണിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് ദ പ്യൂറസ്റ്റ് ബ്ലഡ്, അല്ലെങ്കിൽ ഓക്സിജൻ കണ്ടൻറ്റ് ഉള്ള ബ്ലഡ് ആയതുകൊണ്ടാണ് അതിനെ ഏത് കളറിൽ കാണിച്ചിരിക്കുന്നത്? റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. സോ ദ പ്യുവർ ബ്ലഡ് ഓർ ദ oxygenated blood that is transported to the entire body parts from the heart. Okay, and what is the nature? ഇവിടുത്തെ നേച്ചർ എന്താണ്? ഇതിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും? സോ ഇറ്റ് ഈസ് തിക്ക് ആൻഡ് ഇലാസ്റ്റിക് ആൻഡ് മസ്കുലർ വോൾ. അപ്പോൾ ആർട്ടറിയുടെ വോളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് നല്ല കട്ടിയുള്ള വോളായിരിക്കും. ആൻഡ് ഓൾസോ ഇലാസ്റ്റിക് ആൻഡ് മസ്കുലർ വോൾ. ആൻഡ് ദ ബ്ലഡ് ഇൻ ഇറ്റ് ദാറ്റ് ഫ്ലോസ് വിത്ത് ജെർക്ക്, അല്ലെങ്കിൽ പൾസ് നോക്കും നമ്മൾ. അപ്പോൾ നമുക്കറിയാം പൾസ് നോക്കുമ്പോൾ എന്തായിരിക്കും, ഒരു ജെർക്ക് പോലെ നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നത് പോലെ, ചാടുന്നത് പോലെ നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദീസ് തിക്ക് ഇലാസ്റ്റിക് മസ്കുലർ വോൾ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ജെർക്കിങ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആർട്ടറി. And the next one that is called vein. Here you can see the vein. Okay, vein കണ്ടോ നിങ്ങൾ? ദിസ് ബ്ലൂയിഷ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് വെയിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ വെസൽ വിച്ച് ടേക്സ് ദ ബ്ലഡ് ഫ്രം ആൻ ഓർഗൻ ടുവേർഡ്സ് ദ ഹാർട്ട്. അപ്പം ഏതെങ്കിലും ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു ബോഡി സൈറ്റിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദിസ് വെയിൻ? ഇറ്റ് ഹാസ് തിൻ മസ്കുലർ വോൾ വിത്ത് വാൽസ്. ഓക്കെ, ആൻഡ് these valves prevent the backflow of the blood flowing towards the heart. ഓക്കെ, അപ്പം എന്തായിരിക്കും ഈ വെയിനിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? വളരെ കട്ടി കുറഞ്ഞ മസ്കുലർ വോൾസ് ആയിരിക്കും വെയിനുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാവിങ് വാൽവ്സ്, ചില വാൽവുകളുണ്ട്. എന്തിനാണ് ഈ വാൽവുകൾ? what is the function of these valves? That prevent the backflow of the blood. ബ്ലഡിലെ തിരിച്ച് ഹാർട്ടിലേക്ക് പോകാതിരിക്കാനുള്ളതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ വാൽവ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ that is called veins. And the last one that is called capillaries. And these capillaries are seen as a network like structure. അല്ലേ, കുറേ നെറ്റ്വർക്ക് പോലെ നമുക്കിത് തോന്നും. സോ ദാറ്റ് ഈസ്, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി ഫൈനസ്റ്റ് വൺ ഓഫ് ദ, ഏറ്റവും സ്മോളസ്റ്റ് വൺ എന്ന് പറയാം. ബ്ലഡ് വെസൽസിലെ ഏറ്റവും ചെറുതാണ് കാപ്പിലറീസ്. സോ ദീസ് ആർ ദ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ദ ആർട്ടറീസ് വിച്ച് റീജോയിൻ ടു ഫോം എ വെയിൻ. ഓക്കെ, ഇപ്പം നോക്കിയേ, ആർട്ടറീസ് നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ആർട്ടറീസ് എന്തോ ചെയ്യുന്നുണ്ട്, ആർട്ടറിയിൽ നിന്ന് കുറേ ബ്രാഞ്ചസുകൾ വരുന്നുണ്ട് അല്ലേ. ആ ബ്രാഞ്ചഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പം ആ ബ്രാഞ്ചഡ് സ്ട്രക്ചർ റീജോയിൻ ചെയ്ത് എന്തുമായിട്ട് മാറുകയാണ്? ഒരു വെയിനായിട്ട് മാറുകയാണ് അല്ലേ. സോ എ കാപ്പിലറി ഈസ് വെരി നാരോ ബ്ലഡ് വെസൽ whose wall has a single layer of cells that is made up of endothelium. Okay, endothelium. And
the wall of the capillary that is very thin and to enable an exchange of nutrients and waste materials and gases between the blood and the body fluid. ഇപ്പം നോക്കിക്കേ, ഇപ്പം ഏറ്റവും ചെറിയ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് കാപ്പിലറീസ് ആണ്. സോ ദ കാപ്പിലറി ഈസ് എ വെരി നാരോ ബ്ലഡ് വെസൽസ് whose wall has made up of a single layer of cells that is called endothelium. Okay, ഇനി ഇതിൻ്റെ walls എങ്ങനെയായിരിക്കും? The walls of the capillary is very thin, വളരെ കട്ടി കുറഞ്ഞതായിരിക്കും. And also what is the function? That enables to the exchange of the nutrients, waste products and also gases between the blood to the body fluids. So these are the 3 different blood vessels present in the human body. Okay, hope you understand this section. And also you have to learn the difference between the arteries and the vein. In your textbook page number 63 you can see the differences in a tabular column. Okay, so you have to learn that also. So today I wind up. Thank you all.